ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ബേസ് പ്ലേറ്റ് എന്ന് പറയും, ഏറ്റവും അടിഭാഗം, അടിത്തട്ടം എന്ന് പറയും. ഇത് നമ്മൾ ഫസ്റ്റ് നിലത്തോട്ട് വെക്കുക. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ചാക്കിനകത്ത്, അത് ഇനോക്കുലം എന്നാണ് അതിന്റെ പേര്. ഈ ഇനോക്കുലം എന്ന് പറയുന്നത് ചകിരിച്ചോറും പിന്നെ അതിനകത്തൊരു മൈക്രോബ്സ് ഉണ്ട്. ഈ മൈക്രോബ്സ് ആണ് നമ്മുടെ ഈ ഫുഡ് വേസ്റ്റിനെ വളമാക്കി മാറ്റുന്നത്. അതായത് നമ്മുടെ ഈ മണ്ണിര കമ്പോസ്റ്റിനകത്തൊക്കെ മണ്ണിര പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ഈ കീടാണുമാണ് നമ്മുടെ ഈ ഫുഡ് വേസ്റ്റിനെ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ആദ്യമേ ഒരു അടിത്തട്ട് പറഞ്ഞായിരുന്നല്ലോ. ഈ അടിത്തട്ടിന്റെ ഈ ഒരു കുഴിവ് ഉണ്ടല്ലോ, കാണത്തില്ലേ? ഈ ഒരു കുഴുവിനകത്തോട്ട് നമ്മൾ ആദ്യമേ ഇനോക്കുലം പൊട്ടിച്ച് ഈ ഒരു കുഴിവ് നിറച്ച് ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ കുഴുവിനകത്ത് നിറച്ച് നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് നിലത്തോട്ട് വെക്കാൻ. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഇന്നർ ബക്കറ്റ് എന്ന് പറയും. ഇതിനകത്താണ് നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇടുന്നത്. ഈ ഇന്നർ ബക്കറ്റിന് 2 പിടിയുണ്ട് പിടിക്കാനായിട്ട്. അതേ ഫുഡ് വേസ്റ്റ് പൊക്കി നമ്മൾ നിറഞ്ഞു കഴിയുമ്പോഴത്തേനും പൊക്കി മാറ്റാനും വെക്കാനും ഒക്കെ ആയിട്ട് നമ്മളൊരു പിടി കൊടുത്തിട്ടുണ്ട്. ഈ പിടി മണ്ടയിലോട്ട് വരുന്ന രീതി വേണം നമ്മൾ ഈ അടിത്തട്ടിന്റെ മണ്ടയിലോട്ട് വെക്കാൻ. അതുപോലെ തന്നെ ഇന്നർ ബക്കറ്റിന്റെ അകത്ത് ഫിൽട്ടർ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടെ ഉണ്ട്. ഇത് നമ്മൾ വളമാക്കി എടുത്തതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം തിരിച്ചു വെക്കാൻ. അപ്പം നമ്മൾ ഈ ഫിൽട്ടർ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കാവുള്ളൂ, ഇങ്ങനെ കമന്ന് വരരുത്. കാണത്തില്ലേ? ഇതിങ്ങനെ കമന്ന് വരരുത്, ഇങ്ങനെ ഇരിക്കാവുള്ളൂ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറ്റുന്നു. നിലത്തോട്ട് വെച്ചതിന് ശേഷം കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ലോക്കായിട്ടിരുന്നോളൂ. അപ്പോൾ നമ്മൾ ഈ പിടി മണ്ടയിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഈ അടിത്തട്ടിന്റെ മണ്ടയിലോട്ട് വെക്കുന്നു. ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് ലോക്കായിട്ടിരുന്നോളൂ. പിന്നെയുള്ള ഇതിന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ടർ ലെയർ എന്ന് പറയും. ഈ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് നമ്മൾ ഈച്ച പ്രാണി കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ടർ ലെയർ വെക്കുന്നത്. ഒരു പ്രൊട്ടക്ഷൻ ലെയർ എന്നുള്ള രീതി വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ വേണേലും വെക്കാം. ഇപ്പൊ ഞാൻ 3 ഭാഗങ്ങൾ പറഞ്ഞില്ലേ, ബേസ് പ്ലേറ്റ്, ഇന്നർ ബക്കറ്റ്, ഔട്ടർ ലെയർ. ഈ 3 ഭാഗങ്ങളും ഈ 3 ബിന്നിനും ഉള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നോർത്ത് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇതിന്റെ അവസാനത്തെ 2 ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പ് റിങ്ങും അതുപോലെ തന്നെ ടോപ്പ് റിങ്ങുമാണ്. ഈ 2 ഭാഗങ്ങൾ നമ്മൾ ഈ 3 ബിന്നിനുമായിട്ട് കോമൺ ആയിട്ട് ഒരെണ്ണേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ ബിന്നി യൂസ് ചെയ്യുമ്പോഴത്തേനും ടോപ്പ് റിങ് ഇതിന്റെ മണ്ടയിലോട്ട് ഘടിപ്പിക്കുന്നു, ടോപ്പ് വെച്ച് അടയ്ക്കുന്നു. രണ്ടാമത്തെ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ടോപ്പ് റിങ്ങും ടോപ്പും ഊരി മാറ്റി വെച്ചതിന് ശേഷം വേണം അടുത്ത ബിന്ന് സെറ്റ് ചെയ്യാൻ. എന്നിട്ട് വീണ്ടും നമ്മൾ ടോപ്പ് റിങ്ങും ടോപ്പും വെക്കുക. അപ്പം ഇത്രയാണ് ഒരു ബിന്ന് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യുമ്പോഴത്തേനും ഇത്രയാണ്. ഇപ്പോൾ ഒരു ബിന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 പിടി ഇനോക്കുലം, അതായത് ഇതൊന്ന് അടിത്തട്ടൊന്ന് മൂടുന്ന രീതിയിൽ ഒരു 2 പിടി ആദ്യമേ ഇട്ട് കൊടുക്കുക ഇനോക്കുലം. എന്നിട്ട് വേണം നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടാൻ തുടങ്ങാൻ. നമ്മൾ എപ്പോൾ ഫുഡ് വേസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാലും അപ്പോഴെല്ലാം നമ്മൾ ഈ ഇനോക്കുലം ഇട്ട് കൊടുക്കണം. ഈ ഇനോക്കുലം ഇടുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഫുഡ് വേസ്റ്റിനകത്തെ ജലാംശത്തിനനുസരിച്ച് വേണം. അതായത് ഇപ്പം നമ്മൾ ചോറ്, ഉള്ളിത്തൊലി, പയറിന്റെ വേസ്റ്റ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഒരു 2 പിടിയോ അല്ലെ 3 പിടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പം വെള്ളരിക്ക, കുമ്പളങ്ങ, തണ്ണിമത്തൻ, ഈ തണ്ണിമത്തനകത്തൊക്കെ ജലാംശം കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളല്ലേ, അങ്ങനത്തെയൊക്കെ ഇടുമ്പോഴത്തേനും നമ്മൾ ഇനോക്കുലം ഇച്ചിരി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും ഇതിനകത്തൊരു പുട്ടിന് ഉഴയ്ക്കുന്ന പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് ഇതിനകത്ത് ജലാംശം നിൽക്കാവുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ ഇനോക്കുലം ഇട്ട് ടാലി ചെയ്ത് കൊണ്ടുപോവുക. അതായത് ഈർപ്പം കൂടി കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴു വരാനുള്ള സാധ്യത കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇനോക്കുലം ഇട്ട് ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വേസ്റ്റ് ഒരു പാത്രത്തിനകത്ത് അടച്ചു വെച്ചതിന് ശേഷം വൈകുന്നേരം ഒറ്റ പ്രാവശ്യം ഇടുവാണെങ്കിൽ നമ്മൾ ഈ ഒറ്റ പ്രാവശ്യം ഇനോക്കുലം ഇട്ട് കൊടുത്താൽ മതി. അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ള വേസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിനകത്ത്, അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കുക. അതിനുശേഷം വൈകുന്നേരം ഒറ്റ പ്രാവശ്യം ഈ ബിന്നിനകത്തോട്ട് നമ്മൾ വേസ്റ്റ് ഇടുക. അതിനുശേഷം ഒറ്റ പ്രാവശ്യം ഇനോക്കുലം ഇട്ട് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതം. ഡ്രൈ ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വെള്ളത്തിന്റെ കണ്ടന്റ് കുറയ്ക്കണമെന്നേ ഉള്ളൂ. അതായത് ഇപ്പം കഞ്ഞിയാണെങ്കിൽ വെള്ളം ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അതുപോലെ തന്നെ സാമ്പാറാണ് ചാറ് കളഞ്ഞിട്ട് കഷ്ണം. പിന്നെ നമ്മൾ മീൻ വേസ്റ്റ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പം മീൻ വേസ്റ്റ് ഇടുമ്പോഴത്തേനും നമ്മൾ ആ മീനിന്റെ വെള്ളം കളഞ്ഞതിന് ശേഷം വേസ്റ്റ് മാത്രമായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ഇടാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ, പ്ലാസ്റ്റിക്,
കുപ്പിച്ചില്ല്, ചിരട്ടച്ചില്ല്, റബ്ബർ, തുണി ഇത്ര ഒഴിച്ച് ബാക്കി അങ്ങനത്തെ എല്ലാം കുഴപ്പമില്ല. ജൈവമായിട്ടുള്ള എന്ത് സാധനം വേണേലും നമുക്ക് ഇതിനകത്ത് ഇടാം. ഈ പേപ്പർ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിനകത്ത് കാർബണിന്റെ അംശമുണ്ട്. ഇതിനകത്ത് അലിഞ്ഞു പോകും, പക്ഷെ ഈ കാർബണിന്റെ അംശം ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ കീടാണുക്കൾ ഡെഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ജൈവമായിട്ടുള്ള എന്ത് സാധനം വേണേലും നമുക്ക് ഇതിനകത്ത് ഇടാം. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ കണ്ടന്റ് കുറച്ച് നമ്മൾ ഇതിനകത്ത് ഫുഡ് വേസ്റ്റ് ഇടാവുള്ളൂ. അത് നമ്മൾ ആഴ്ചയിൽ ഒരു കമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേനും ഇതിനകത്ത് ജലാംശം കൂടുതലായിട്ട് നിൽക്കുന്നത് നമുക്ക് തോന്നുവാണെങ്കിൽ ഇച്ചിരി ഇനോക്കുലം ആഡ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ. പിന്നെ നമ്മൾ ഡയറക്റ്റ് മഴയും വെയിലും കൊള്ളുന്നിടത്ത് ബിന്ന് വെക്കരുത്. ഏതെങ്കിലും ഷെയ്ഡിന്റെ കീഴിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഈ ബിന്ന് വെക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഈ വളമാകുന്ന പ്രക്രിയ ആരംഭിച്ചു കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് ചെറിയൊരു ചൂട് വരും. നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുമ്പോഴത്തേനും നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് വെക്കുമ്പോഴത്തേനും നമുക്ക് ആ ചൂട് അനുഭവപ്പെടും. ഈ ചൂടുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് കിടക്കുന്ന ഫുഡ് വേസ്റ്റ്, അതായത് അതിനകത്ത് ഇപ്പൊ ചോറാന്ന് പറഞ്ഞാലും അതിനകത്ത് ജലാംശം ഉണ്ടല്ലോ, ഈ ജലാംശം ചൂട് കാരണം നീരാവിയായിട്ട് പൊങ്ങും. നീരാവിയായിട്ട് പൊങ്ങിയതിന് ശേഷം ഈ ടോപ്പറിങ്ങെ തട്ടും. ഈ ടോപ്പറിങ്ങെ തട്ടി ഈ ഒരു വളയം കണ്ടല്ലോ, ഇതിനകത്ത് എപ്പോഴും വെള്ളം കിടക്കും. ഇത് നമ്മൾ ഡെയിലി എടുത്ത് കളയണം. കളഞ്ഞില്ലെങ്കിൽ ഇതിനകത്ത് ഈച്ച വന്ന് മുട്ടയിട്ട് പുഴുവാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു കാരണവശാലും നമ്മൾ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കല്. നമ്മളത് ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഇനിയിപ്പം ഇത് നിറയുന്നതിന്റെ അളവെന്ന് പറയുന്നത് ഇതിന്റെ പിടി പറഞ്ഞില്ലായിരുന്നു, കാണത്തില്ലേ? ആ 2 പിടി പറഞ്ഞായിരുന്നല്ലോ, ആ പിടിയുടെ താഴെ വരെ നിറഞ്ഞാൽ മതി. നിറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ടോപ്പറിങ് ഊരി മാറ്റി വെക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത ബിന്ന് ഇതിന്റെ മുകളിലോട്ട് സെറ്റ് ചെയ്യാൻ പോവുക. അടുത്ത ബിന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേനും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ബേസ് പ്ലേറ്റ്, ഇതിപ്പോ രണ്ടാമത്തെ ബേസ് പ്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ബേസ് പ്ലേറ്റ് എടുത്ത് നമ്മൾ മുകളിലോട്ട് ഘടിപ്പിക്കുന്നു. അതിനുശേഷം ഇനോക്കുലം ഈ ബേസ് പ്ലേറ്റിന്റെ കുഴുവിലോട്ട് നമ്മൾ നിറയ്ക്കുന്നു. ഈ ബേസ് പ്ലേറ്റിന്റെ കുഴുവിനകത്ത് നമ്മൾ ഇനോക്കുലം നിറയ്ക്കുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ തൊട്ട് മണ്ടേ വരുന്ന ഭാഗം ഇന്നർ ബക്കറ്റാ. ഇതിനകത്താണ് നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇടുന്നത്. അപ്പം ഇതിന്റെ അടി കണ്ടില്ലേ, ഫിൽറ്റർ പ്ലേറ്റിന്റെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിലൂടെ നമ്മൾ ഇട്ട ഫുഡ് വേസ്റ്റിനകത്തെ ജലാംശം ഇറ്റിട്ട് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് ചുമ്മാ വെള്ളം കിടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒന്നേ സ്മെല്ല് വരും, അല്ലെ പുഴു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ ഇനോക്കുലത്തിനകത്ത് ചകിരിച്ചോറുള്ളതുകൊണ്ട് തന്നെ ഈ ഇറ്റിട്ട് വീഴുന്ന വെള്ളം അതങ്ങ് വലിച്ചെടുത്തോളും. അപ്പം വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല, ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കുഴുവിനകത്ത് നിറച്ച് ഇനോക്കുലം ഇടണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ബേസ് പ്ലേറ്റ് വെച്ചു, രണ്ടാമത്തെ ബേസ് പ്ലേറ്റ് വെച്ചു. അതിനുശേഷം പിടി മണ്ടയിലോട്ട് വരുന്ന രീതിയിൽ ഇന്നർ ബക്കറ്റ്, രണ്ടാമത്തെ ബിന്നിന്റെ ഇന്നർ ബക്കറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കുന്നു. അതിനുശേഷം ഒന്ന് തിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ബിന്നിന്റെ നമ്മൾ ഔട്ടർ ലെയർ വെക്കുക. ഔട്ടർ ലെയറും വെച്ചു. അതിനുശേഷം നമ്മൾ മുമ്പേ ഊരി മാറ്റി വെച്ച ടോപ്പ് റിങ് വീണ്ടും ഇതിന്റെ മണ്ടയിൽ തന്നെ ഘടിപ്പിക്കുന്നു. ടോപ്പ് റിങ് ഘടിപ്പിച്ചതിന് ശേഷം ടോപ്പ് വെക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബിന്നും സെറ്റായി. രണ്ടാമത്തെ ബിന്നിനകത്തും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ ഒരു 2 പിടി ഇനോക്കുലം ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് വേസ്റ്റ് മുമ്പേ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിനി നിറയുമ്പോഴത്തേനും നമുക്ക് അടിയിലത്തെ വേണമെങ്കിൽ വളമാക്കി എടുക്കാം. അതായത് ഒരു ബിന്ന് നിറഞ്ഞ് ഒരു 30 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്കിത് വളമായിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ ബിന്ന് നിറഞ്ഞതിന് ശേഷം ഏറ്റവും അടിയിലത്തെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പൊ ഒന്നുകൂടെ സെറ്റ് ആയിട്ടിരുന്നോളും വളം. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ് പറഞ്ഞ മാതൃകയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ പിടിയുടെ താഴെ വരെ നിറയുമ്പോഴത്തേനും ഇതിന്റെ നമ്മൾ ടോപ്പ് റിങ് ഒരു മാറ്റുന്നു. അതിനുശേഷം അടുത്ത മൂന്നാമത്തെ ബിന്ന് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ ബിന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേനും ആദ്യത്തെ ഭാഗമായിട്ടുള്ള ബേസ് പ്ലേറ്റ് നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കുന്നു. അതിനുശേഷം ഇനോക്കുലം ഈ കുഴുവിനകത്തേക്ക് ഇടുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഇന്നർ ബക്കറ്റ് ബേസ് പ്ലേറ്റിന്റെ മുകളിലോട്ട് ഘടിപ്പിക്കുന്നു. അതിനുശേഷം ഔട്ടർ ലെയർ, വീണ്ടും നമ്മൾ ടോപ്പ് റിങ് മുകളിലോട്ട് വെക്കുന്നു. ടോപ്പ് വെച്ച് അടയ്ക്കുന്നു.
ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു 2 പിടി ഇനോക്കുലം ഇട്ട് കൊടുത്തതിന് ശേഷം ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളമാക്കി എടുത്തതിന് ശേഷം ഇതിന്റെ സുഷിരങ്ങളെല്ലാം ചിലപ്പോൾ അടഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം തിരിച്ച് വെക്കാൻ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സുഷിരങ്ങളൊക്കെ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ സർക്കുലേഷനും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. ഈ എയർ സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ വളമാകുന്ന പ്രക്രിയ കറക്റ്റായ രീതിയിൽ നടന്നു പോവുകയുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തോ മുട്ടത്തോടൊക്കെ ഇടാം. മുട്ടത്തോടൊക്കെ നമ്മളൊന്ന് പൊടിച്ചിടണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മാക്സിമം ഫുഡ് വേസ്റ്റ് ചെറുതാക്കി ഇടാൻ നോക്കും. ഇപ്പൊ ചക്കയുടെ ഒക്കെ തൊണ്ട് നമ്മൾ അതുവഴി ഇടാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് ചെറുതാക്കി ഇടുവാണെങ്കിൽ പെട്ടെന്ന് ആയിക്കോളും, വളമായിക്കോളും. വെള്ളം കുറയ്ക്കണം. വെള്ളം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈർപ്പത്തിന്റെ പ്രശ്നമുണ്ട്. നിറഞ്ഞു കഴിഞ്ഞ് 30 ദിവസം കഴിയുമ്പോൾ ആയിക്കോളും. ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഇടാം, എന്തൊക്കെ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിനകത്തൊരു കോൺടാക്ട് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഇപ്പം പുഴുവാകുവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ സർവീസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനോക്കുലം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ മെമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി, നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്.